അല്ല ഇപ്പൊ ഈ വീട്ടിൽ കള്ളം കയറിയാ പോലും ആരും അറിയില്ലല്ലോ. പുറകെ പോയി നിന്നിട്ട് ഇതിനൊന്നും തിരിയുന്നില്ലല്ലോ. ഓ ഇവിടെ കണക്കന്നെയാ. ആരോ വന്നു തോന്നല്ലോ. ആ റസിയ, നീ വന്നാ? വന്നിട്ട് കുറച്ചേരായി. എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? 2 ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട്. അവരിങ്ങ് വരാൻ വിടണ്ടേ, പിന്നെ നിർബന്ധിച്ചോണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടി നിന്നെയാ. ഇത്താ നിങ്ങൾ ബാക്കോട്ട് നോക്കിയേ. ബാക്കിൽ നോക്കാനാ? എന്തിനാ? നിങ്ങളൊന്ന് നോക്കുന്നേ. അല്ല, ഇവിടെ നീ വന്ന കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ലേ? സിയ, ഇങ്ങ നോക്ക്. എന്തെന്നാ ഇങ്ങ നോക്കണേ. എന്റെ ആന്റി വന്നിട്ട് നീ കണ്ടില്ല? ആന്റി വന്നോ? ആന്റി ഇവിടുന്ന് പോയിട്ട് കുറെ ദിവസമായില്ലേ? എന്താ ആന്റി വരാൻ ലേറ്റ് ആയേ? ഈ ആന്റി ലേറ്റ് ആയിട്ടാ വന്നെങ്കിൽ നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? അല്ല ആഷി ഇവിടെ? അവൻ വീട്ടിൽ തന്നെയുണ്ട്, ഞാൻ വിളിക്കാം. ആഷി, ഇങ്ങ വന്നേ. എന്താന്നുമ്മ? നീ ഇങ്ങ വന്നേ. ഇതാരാ വന്നേന്ന് നോക്ക്. ഈ ആന്റി വന്നോ? ആന്റി എവിടെ എന്റെ ഗിഫ്റ്റ്? എന്റെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ആന്റി ഗിഫ്റ്റ് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അതെല്ലാം സർപ്രൈസാ, നീ കാണും പറഞ്ഞാ മതി. ആ മതി, എന്നാ കാണിച്ച. കാണിക്കാടോ. അല്ല ആന്റി, എനിക്കില്ല സർപ്രൈസ് ഗിഫ്റ്റ്. രണ്ടാക്കും ഉണ്ട്. ഞാൻ അങ്ങടെ ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ആഷി, ഇതാ നിന്റെ ഗിഫ്റ്റ്. ഇതാണ് എന്റെ ഗിഫ്റ്റ്. കൊള്ളാലോ. ഉമ്മ, ഞാൻ ഗിഫ്റ്റ് ഉണ്ണീനെ കാണിക്കാൻ കൊണ്ടോക്കട്ടെ? ആ മോനെ, മോൻ പോയിക്കോ. പക്ഷെ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്ക് എത്തണേ. ആ അത് എത്തിക്കോളൂ ഉമ്മ. മക്കളെ, അമ്മമ്മക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ കുരുത്തക്കേടൊന്നും കാണിക്കാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം. ചിപ്പി, നീ വേണം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നിങ്ങൾ രണ്ടാളും ചിപ്പി ചേച്ചി പറയുന്നാലും കേൾക്കുകയും വേണം. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട് ഇതുപോലെ ഉണ്ടാവണം. അമ്മ പേടിക്കണ്ടമ്മ, ഞാൻ എല്ലാ കാര്യം നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ശരി മക്കളെ, ഞങ്ങൾ ഇറങ്ങുക. അറിയാത്ത ആരും വന്നാലും വാതിലൊന്നും തുറക്കാൻ നിൽക്കണ്ട. അയ്യോ, ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയോ? എന്റെ ചേച്ചി എന്റെ കയ്യിലല്ലേ ബാഗ് തന്നെ. ഞാനത് കാറി കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേച്ചി വേഗം വാ, നമുക്ക് ഇറങ്ങാം. എന്തിനാ വെറുതെ ലേറ്റ് ആക്കുന്നേ? ഓ, നിന്റെ കൈ തന്നിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ ആ കാര്യം മറന്നുപോയി. എന്നാ ശരി മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ആന്റി അമ്മമ്മല്ലേ എവിടെയോ പോയല്ലോ. അപ്പൊ വീട്ടിൽ ഇവര് മാത്രല്ലേ ഉള്ളൂ? ഐഡിയ. ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. വീട്ടിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവരൊന്ന് പേടിപ്പിച്ചാലോ. വേഗം കോസ്റ്റ്യൂം ഇടാം. ഉണ്ണിയെല്ലാം പേടിച്ചോടും. വീടിന്റെ ബാക്കിൽ പോയി നിൽക്കാം. എന്തായാലും അവർ കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങും. ഈ ഡ്രസ് ഇട്ടിട്ട് എന്തൊരു ചൊറിച്ചില്ല. ആ ഉണ്ണി ഒന്ന് വേഗം പുറത്തു വന്നിരുന്നെങ്കിൽ അവനെ പേടിപ്പിച്ചിട്ട് ഈ ഡ്രസ് ഒന്ന് വേഗം ഊരായിരുന്നു. ആരാ വരുന്നുണ്ടല്ലോ? ചിന്നു ആണല്ലോ വരുന്നേ. ആ ചിന്നുവെങ്കിൽ ചിന്നു, അവളെ പേടിപ്പിക്കാം. അവള് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കി തന്നെ ഉണ്ണിയും വരും. അപ്പൊ അവനെയും പേടിപ്പിക്കാം. ഇവളെന്താ നോക്കാത്തെ? ചേടാ, ഇവിടെ എന്തൊരു പൂ പോലെ ഇല്ലല്ലോ. കുറച്ച് ക്രിയേറ്റീവ് ആവാന്ന് വിചാരിക്കുമ്പോൾ ഒരു പൂ പോലെ മാറില്ല. അപ്പുറം നോക്കാം. അയ്യോ, ഇവള് വീണോ? അയ്യോ, ഉണ്ണിയും വരുന്നുണ്ടല്ലോ. അയ്യോ, ഇതെന്താ സാധനം? ഉണ്ണി, ഇത് ഞാനാടാ ആഷി, നീ പേടിക്കല്ല. ആഷിയാ? ചിന്നുനെന്ത് പറ്റി? നശിച്ച ഡ്രസ്. എടാ, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഡ്രസ് ഇട്ട് വന്നേ ഞാൻ. ചിന്നുനെന്താ പറ്റിയേ? അതെന്നെ ആദ്യം കണ്ട ചിന്നുവാ. അപ്പോൾ അവള് പേടിച്ച് ബോധം കെട്ട് വീണയാ. ചിന്നു എണീക്ക് ചിന്നു. അവളെന്താ എണീക്കാത്തെ? എന്നോടാണ് ചോദിക്കുന്നേ. ഓരോന്ന് എടുത്തി വെച്ചിട്ട്. എടാ, ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്ന വിചാരിച്ച് ചെയ്തല്ല. ചിന്നു, എണീക്ക് ചിന്നു. ഇവൾക്ക് പൾസില്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കാം, എനിക്ക് തോന്നിയതായിരിക്കും. അയ്യോ, എന്താടാ, എന്ത് പറ്റി? ചിന്നുന് പൾസില്ല. നീ എന്തെല്ലാടി പറയുന്നേ? ആടാ, ഞാൻ സത്യം പറയുന്നേ, നീ ഒന്ന് നോക്ക്. അയ്യോ അല്ല, ഉണ്ണി ശരിക്കും അവൾക്ക് പൾസില്ല. എടാ ദുഷ്ടാ, കൊന്നല്ലോടാ നീ അവളെ. ഉണ്ണി, ഞാൻ അറിയാതെ പറ്റിപ്പോയതാടാ. മിണ്ടിപ്പോയത് നീ. മര്യാദയ്ക്കാണ് പോയിക്കോ. എടാ ഉണ്ണി, എന്നോട് അറിയാതെ പറ്റിപ്പോയതാടാ. നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? എന്നാൽ എന്റെ ചിന്നു, നീ എന്നെ വിട്ടു പോയല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? ഉണ്ണി, നീ എന്തിനാ കരയുന്നേ? ചിന്നുനെന്താ പറ്റിയേ? ചേച്ചി, നമ്മുടെ ചിന്നു അവള് പോയി. നീ എന്തല്ലോ നീ പറയുന്നേ? നീ അങ്ങ് മാറിയെന്നേ, ഞാൻ അവളെ നോക്കട്ടെ. ചേച്ചി, അവൾക്ക് പൾസില്ല. അവള് മരിച്ചുപോയി. എന്ത്? ഞാനൊന്ന് നോക്കട്ടെ. പൾസലുണ്ടല്ലോ. എടാ, ഇവൾക്ക് പൾസലുണ്ട്. നീ പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ. സത്യമായിട്ടും? ആടാ, നീ വേഗം പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ. ആ ചേച്ചി, ഞാൻ ഇപ്പൊ എടുത്തിട്ട് തരാം. ചേച്ചി, ഇതാ വെള്ളം. നീ ഇതാ വെള്ളം മുഖത്തേക്ക് തെളിച്ചേ. ആ ചേച്ചി. കണ്ണു തുറന്നല്ലോ. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചേ? ചിന്നു എങ്ങനെ ബോധം കെട്ട് വീണേ? അത് ഞാൻ പറയാം ചേച്ചി. ആദ്യം നമുക്ക് എണീപ്പിക്കാം. ചിന്നു, നിനക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ജീവിയെ കണ്ടു. അതിനെപ്പോ ഇവിടെ കാണുന്നില്ലല്ലോ. അത് ജീവിയൊന്നുമല്ല, ആഷിക. നീ എന്താണ് പറയുന്നേ? ആഷിക്കാണ് ഇവിടെ പേടിപ്പിച്ചേ? അതെ ചേച്ചി, അവനൊരു പച്ച മോൺസ്റ്ററിന്റെ ഡ്രസ് ഇട്ടെ. അല്ല, എന്നിട്ട് അവനെവിടെ? ചേച്ചി എന്തിനാ അവനെ അന്വേഷിക്കുന്നേ? അവനോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറഞ്ഞു. അവൻ പോയി. നീ എന്ത് പണിയാ ഉണ്ണി കാണിച്ചേ? ചേച്ചി എന്താ എന്നോട് ചൂടാവുന്നേ? ചേച്ചിക്ക് അവനോടല്ലേ ദേഷ്യം വരണ്ടേ, എന്നോടല്ലല്ലോ. എന്റെ ഉണ്ണി, നിങ്ങൾ രണ്ട് മഹാന്മാരായ ഡോക്ടറും കൂടി ഇവൾക്ക് പൾസില്ല എന്നല്ലേ കണ്ടുപിടിച്ചേ? അത് ആ സമയത്ത് ഇവളുടെ കൈ പിടിച്ച് നോക്കിയപ്പോ പൾസൊന്നും തോന്നിയില്ല. ആ, അത് തന്നെ ഞാൻ പറയുന്നേ. ആഷിക്കുകൾ മരിച്ചുപോയി എന്ന് എഴുതിയിട്ടില്ല ഇവിടുന്ന് പോയെ? ആ, അവൻ കുറച്ച് പേടിക്കട്ടെ. അല്ല ഉണ്ണി, ഒരു ദിവസം നീ ഞങ്ങളെ പ്രേതത്തിന്റെ വേഷം കെട്ടി പേടിപ്പിച്ചതിന് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്.
എന്നാണ് ഇതുപോലെ സംഭവിച്ചെങ്കിലോ? അത് ചേച്ചി, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അതുപോലെ ആഷിക്ക് നിങ്ങളെ ജസ്റ്റ് പേടിപ്പിക്കണമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇങ്ങനെയൊക്കെ ആവുന്ന അവനറിയോ? ആ പാവം പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അവൻ വീട്ടിലെത്തിയെന്ന് ആർക്കറിയാം? ചേച്ചി ആ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ചേച്ചി നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എനിക്ക് പേടിയുണ്ട്. ആഷി എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെങ്കിലോ? ഒന്ന് വേഗം വാ ചേച്ചി. ഞാൻ വരുന്നോ? ഡോറ് കൂട്ടാതെ പോകാൻ കഴിയില്ലല്ലോ. വാ നമുക്ക് പോകാം. ഉണ്ണി, നീയല്ലേ ആഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അതുകൊണ്ട് നീ തന്നെ പോയി ചോദിക്കേ. അയ്യോ ഞാനോ? അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പൊ നീ പോയി ചോദിക്കുന്നതല്ലേ. എന്നാലും ചേച്ചി, അഥവാ അവനോട് ഇല്ലെങ്കിലോ? അല്ല, അവനോട് ഉണ്ടോ നമുക്ക് അറിയണ്ടേ, അതിലല്ലേ നമ്മൾ വന്നേ. അല്ല, അഥവാ ഇവിടെ ആഷി ഇല്ലെങ്കിൽ അവന്റെ ഉമ്മ അവൻ എവിടെ പോയെന്ന് എന്നോട് ചോദിച്ചു ഞാനെന്താ പറയാ? അതൊന്നും ഉമ്മ നിന്നോട് ചോദിക്കൂല. അതെങ്ങനെ നിനക്കറിയാം? എന്റെ ചേച്ചി, ഇതിങ്ങനെ ഒരു പട്ടണമായി പോയല്ലോ. എന്റെ ഉണ്ണി, ആഷി എവിടെ പോയെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളത് അറിയാൻ വേണ്ടിയിട്ടില്ല ഇവിടെ വന്ന് അന്വേഷിക്കുന്നേ. അപ്പൊ പിന്നെ ഉമ്മ നമ്മളോട് ചോദിക്കാൻ നിൽക്കോ അവനെവിടെ പോയിന്ന്? ശരിയല്ലേ. നീ വേഗം പോയി ചോദിക്കേ. ചേച്ചി, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഉണ്ണി, നീ ആയിരുന്നല്ലേ കോളിംഗ് ബെൽ അടിച്ചേ? ചിന്നു ചിപ്പിയും കൂടെ ഉണ്ടല്ലോ. അല്ല, ആഷി ഇവിടെ? അല്ല ഇത്ത, ആഷി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലല്ലോ. അവൻ നിങ്ങളുടെ വീട്ടിലോട്ടല്ലേ വന്നേ? ചേച്ചി, എന്താ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ണിയുടെ മൊബൈൽ മാറിയല്ലോ. ശരിയാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ചേച്ചി, പോയി നോക്കാം. അല്ല ഉണ്ണി, അപ്പൊ നീ ആഷിയെ കണ്ടില്ലേ? അയ്യോ, പെട്ടല്ലോ. കണ്ടില്ലെന്ന് പറയാം. ഇല്ലിത്ത, ഞങ്ങൾ അവനെ കണ്ടില്ല. അവൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പറഞ്ഞാ പോയേ. അപ്പൊ ആഷി എവിടെ പോയേ? അല്ലോ, ആഷിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുക. അവൻ അവന്റെ പുതിയ കോസ്റ്റ്യൂം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നയാ. അവൻ നിങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങൾ അവരെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ. ഉണ്ണി, നിന്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എന്തോ പേടിച്ച പോലെ. നിനക്ക് ആഷിയെ പറ്റി എന്തോ അറിയാന്ന് എനിക്കറിയാം. നീ അത് എന്നോടും കൂടി പറ ഉണ്ണി. അത് ഉണ്ണി, ആഷി പറയാതെ എവിടെയും പോവാറില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്നു പറഞ്ഞിട്ട് അവൻ ഇവിടെ ഇറങ്ങിയേ. ആഷി നിങ്ങളുടെ വീട്ടിലും എത്തിയിട്ടില്ല, തിരിച്ചിങ്ങോട്ടും വന്നിട്ടില്ല. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ സത്യം പറ ഉണ്ണി. ഞാൻ പറയാം എന്താ സംഭവിച്ചെന്ന്. ആഷി അവന്റെ പുതിയ കോസ്റ്റ്യൂമും എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അവൻ ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ ആ കോസ്റ്റ്യൂം അണിഞ്ഞു നിന്നിട്ട് ചിന്നുവിനെ കണ്ടപ്പോൾ അവളെ പേടിപ്പിച്ചു. പേടിച്ച് ചിന്നു ബോധം കെട്ട് വീണു. ബാക്കി ഞാൻ പറയാം. ചിന്നു മരിച്ചു പോയിന്ന ഞാനും ആഷിയും കരുതിയേ. ആ ദേഷ്യത്തിന് ഞാൻ അവനോട് അവിടുന്ന് പോകാൻ പറഞ്ഞു. അയ്യോ, എന്നിട്ട് അത് കേട്ടപാടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കരുതിയത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന. അയ്യോ, അപ്പൊ ആഷിക്ക് എന്ത് പറ്റി? ഈ നാട് പോലും മര്യാദക്ക് അറിയാത്ത ചെക്കനാ. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അവൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇത്ത, നിങ്ങൾ കരയല്ലേ. നമുക്ക് അവനെ കണ്ടുപിടിക്കാം. അവൻ ദൂരെ എവിടെയും പോയിട്ടുണ്ടാവില്ല. അത് ശരിയാ, നമുക്ക് എല്ലാവർക്കും പോയി അവനെ അന്വേഷിക്കാം. വാ, ഇന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. അല്ല ഇത്ത, ഈ കാര്യം വീട്ടിലാരോടും പറയണ്ടേ? അത് വേണ്ട. ഉമ്മയും ആന്റി വീട്ടിലുണ്ട്, പക്ഷെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് പോക്ക് നടക്കില്ല. അതെന്താ? ആഷിയെ കാണുന്നില്ല എന്ന് അവരറിഞ്ഞാൽ ശരിയാവില്ല. വാ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇതെത്ര നേരമായി നമ്മൾ നടക്കുന്നു, എന്നിട്ട് ആഷിനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ അടുത്ത് തന്നെ അവനുണ്ടാകും. ആദിലയാണല്ലോ ഇത്. ഹായ് ആദി, നീ എന്താ ഇവിടെ? ആഷിക്കോ? അതാരാ? എന്റെ അനിയനാ. അല്ല ആദി, നീ കരയായിരുന്നോ? അല്ല, നിന്റെ അനിയൻ എവിടെ പോയി? അല്ല, എന്റെ അനിയൻ റോസ് കളർ ബനിയനും കണ്ണടയിലിട്ടൊരു കുട്ടിയാണോ? ഞാൻ കുറച്ചു മുമ്പ് അവനെ കണ്ടേ. അവൻ കരഞ്ഞോണ്ട് ഓടുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ കാര്യം അവനോട് ചോദിച്ചു, പക്ഷെ അവനൊന്നും മിണ്ടിയിട്ടുമില്ല, ഓട്ടോ നിർത്തിയില്ല. അയ്യോ, അപ്പൊ അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ലേ? അവൻ ഓടിയ വഴി വെച്ച് നോക്കാനാണെങ്കിൽ ഇവിടെ അടുത്തൊരു കാടുണ്ട്, അങ്ങോട്ട് അവനാണ് ചാൻസ്. ആ കാട് തന്നെ. മോക്കി കാടിനെ പറ്റിട്ട് അറിയാല്ലേ? കേട്ടു. എന്താ പ്രശ്നം? ചേച്ചി, ആ കാട് ഭയങ്കര കുഴപ്പം പിടിച്ച കാടാണ്. മൃഗങ്ങളൊന്നും ആ കാട്ടിൽ ഇല്ലാന്നല്ലേ പറയുന്നേ? പിന്നെന്താ കുഴപ്പം? അല്ല, ഈ കാടിനെ പറ്റിയില്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പോലും ആ കാടിനെ പറ്റി ഇപ്പഴാ കേൾക്കുന്നേ. ചേച്ചി, ആ കാട് ഭയങ്കര പ്രശ്നമുള്ള കാടാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഞങ്ങളൊരു പ്രാവശ്യം കാട്ടിൽ പോയായിരുന്നു. ഇതെന്തെല്ലാം നിങ്ങൾ ഒപ്പിച്ചു വെക്കുന്നേ? വീട്ടിലൊരാളോട് പോലും പറയാണ്ട് കാട്ടിലൊക്കെ പോകുന്നു. പക്ഷെ ആ കാട്ടിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ കാടിനെ പറ്റി പല കഥകളും ഉണ്ട്. ഇവരും അങ്ങനെ എന്തെങ്കിലും കഥ കേട്ടിട്ടുണ്ടാവും. അതൊന്നുമല്ലേട്ടാ, ഞങ്ങൾ ആ കാട്ടിൽ പോയപ്പോ ബാക്കി പറ. ഒരു നാഗറാണിനെ കണ്ടു. ഈ പിള്ളമാർ ഇത് ഏത് സീരിയലിന്റെ കഥയാ പറയുന്നേ? കാട്ടിൽ പോയിട്ട് നാഗറാണിനെ കാണുന്ന പോലും. അല്ല, നിങ്ങൾ എന്തിനായിരുന്നു കാട്ടിൽ പോയെ? അത് ചിന്നു എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കാട്ടിൽ കൊണ്ടുപോയതാ. പേടിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കാട്. അല്ല, നാഗറാണിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇതെങ്ങനെ വിശ്വസിക്കുക? നാഗറാണി മാത്രമല്ല, ഒരു വലിയ കീരിയും ഉണ്ടായിരുന്നു കാട്ടില്. ആ വലിയ കീരി വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചേച്ചി കളിയാക്കൊന്നും വേണ്ട. നമ്മൾ വെക്കേഷൻ പോയി ബംഗ്ലാവിൽ പ്രേതയിലായിരുന്നോ? അതുണ്ടായിരുന്നു. ദൈവമേ, ഇവര് കുടുംബം മൊത്തമായിട്ട് വട്ടാണോ? നാഗറാണി അന്ന് ഞങ്ങളോട് പറഞ്ഞതാ ആ കാട്ടില് ഭയങ്കരമായ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്ത് സാധനം അറിയില്ല. ചിലപ്പോ ഈ പ്രേതങ്ങളൊക്കെ പോലത്തെ ആയിരിക്കും. ആദി, ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ ഋഷി, എന്താ കാര്യം? ആദി, നീ ഒന്നും വിചാരിക്കരുത്. ഈ ഫാമിലിക്ക് എന്തൊക്കെയോ പ്രശ്നമില്ലേ? നീ എന്താ പറയുന്ന ഋഷി? ആദ്യം ഇവര് പറഞ്ഞു നാഗറാണിന്ന്, പിന്നെ പറഞ്ഞു വലിയൊരു കീരിയുണ്ടെന്ന്, പിന്നെ ഇതാ പ്രേതവും. ഈ വട്ട് കേസുകളിലൂടെ നടന്നാൽ നിന്റെ അനിയനെ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാടിന്റെ അങ്ങോട്ടേക്ക് അവൻ പോയിട്ടില്ലേ, നമുക്ക് പോയി അന്വേഷിക്കാം. ഇവരെ കൂടെ കൂട്ടണോ? എടാ, ഇവര് ആശിനെ കാണാത്ത വിഷമത്തിലല്ലേ. ഇവരോട് ഞാനിങ്ങനെ വരണ്ടെന്ന് പറയാ. മാത്രമല്ല, ഇവര് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ? പിന്നെ ഭയങ്കര കാര്യ. എന്തെങ്കിലും ലോജിക് ഉണ്ട് ഇവര് പറയുന്ന കാര്യത്തില്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തായാലും അനിയനെ കണ്ടുപിടിക്കണം. നീയും വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഞാൻ എന്തായാലും വരും.
എന്തായാലും നിന്നെ ഈ വട്ടുകേസുകളിലൂടെ ഞാൻ തനിയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ സമയം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വാ, നമുക്ക് എല്ലാവർക്കും കാടിന്റെ അങ്ങോട്ടേക്ക് പോകാം. അത് ആഷിയുടെ കോസ്റ്റ്യൂമാ. അപ്പോൾ അവൻ കാട്ടിലോട്ട് തന്നെയാണല്ലേ പോയെ? അല്ല, പക്ഷെ കാട്ടിലോട്ടുള്ള വഴി ആർക്കറിയാം? കാട്ടിലെല്ലാം പോയി പരിചയമുള്ള രണ്ടെണ്ണം ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടാളും മുന്നിൽ നടന്നാൽ മതി. ഇവിടെ കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഉള്ളതായി തോന്നുന്നില്ലല്ലോ. ഇവിടെ അതിന് കാട് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഞാൻ എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം. ആഷിക്കിനെ അന്വേഷിക്കാൻ വേണ്ടി നമ്മളാരും തനിച്ചു പോകണ്ട. നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോയാൽ മതി. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ തപ്പി നമ്മൾ നടക്കേണ്ടി വരും. എന്നാ നമുക്ക് എല്ലാവർക്കും പോവാം. ഹായ്, ഈ സ്ഥലം നോക്കിയേ, എന്ത് രസം ഇവിടെ കാണാൻ. ചേച്ചിയുടെ സ്ഥലം കാണാൻ തന്നെയാണോ? ഹായ്, എന്ത് ഭംഗിയുള്ള സ്ഥലം. ഈ മനോഹരമായ സ്ഥലത്ത് വെച്ച് എന്റെ ഇഷ്ടം എനിക്ക് ആദിലയോട് തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ. അവൻ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഉള്ളിലോട്ട് ഇനിയും പോവാൻ വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഫോണുണ്ടോ? എന്റെ കയ്യിൽ ഫോണുണ്ട്. എന്തിനാ ഋഷി? നമ്മൾ ഉൾക്കാട്ടിലോട്ട് പോവുകയല്ലേ, നമ്മൾ കാട്ടിൽ പോകുന്ന വിവരം ആർക്കും അറിയില്ലല്ലോ. അതിന് നീ നിന്റെ വീട്ടുകാരെ ഒന്ന് വിളിച്ചു പറ. എടാ, വീട്ടിൽ പറയലൊന്നും നടക്കില്ല. അതെന്താ? വീട്ടിൽ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യമേ പറയില്ലായിരുന്നോ? അപ്പൊ ഈ കാര്യങ്ങളൊന്നും ആരും അറിയില്ലേ? നമ്മളെല്ലാരും കാട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ്, നമുക്കൊന്നും സംഭവിക്കില്ല ഏട്ടാ, ഏട്ടൻ പേടിക്കാതിരിക്കെ. എന്നാലും ഒരാളും അറിയാതെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് റിസ്ക് അല്ലേ? ഋഷി, നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാം. ഞാൻ എന്തായാലും എന്റെ അനിയനെ കണ്ടുപിടിച്ചിട്ടേ ഇനി വീട്ടിലോട്ടുള്ളൂ. ഞാനീ പറയുന്നത് നിങ്ങളോടും കൂടിയാ. നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാം. ഇല്ലിട്ടാ, ഞാൻ തിരിച്ചു പോകില്ല. ആഷി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവനെ കണ്ടുപിടിക്കാതെ ഞാൻ തിരിച്ചു വീട്ടിലോട്ടേ ഇല്ല. ഞാനും അതെ, ആഷി എന്റെയും ഫ്രണ്ടാ. ആഷിയെ കണ്ടുപിടിക്കാതെ ഞങ്ങൾ ആരും തിരിച്ചു പോകില്ല. ഋഷി, നീ തിരിച്ചു പോകുന്നുണ്ടോ? നിന്റെ അനിയനെ കണ്ടുപിടിക്കാതെ ഞാനും തിരിച്ചു വീട്ടിൽ പോകുന്നില്ല. താങ്ക് യു ഋഷി. ഈ കുട്ടിയിടുന്ന് പോയിട്ട് എത്ര നേരായി. അവനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി സിയനോട് പറയാന്ന് വിചാരിച്ച സിയ ഇവിടെ ഇല്ല. പറഞ്ഞിട്ട് പോയത് ഇത്രയും നേരമായിട്ട് വന്നിട്ടുമില്ല. വേറെ ഒരുത്തിയാണെങ്കിൽ പറയാണ്ടും പോയി. ഞാൻ ദേവുവിന്റെ വീട്ടിൽ പോയി അവനെ കൂട്ടിയിട്ട് വന്നാലോ? ഇത്ത എന്താ വിഷമിച്ചിരിക്കുന്നേ? ഇത്ത എന്ത് പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആഷി ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്നേ. അല്ല, ഇത്രയും നേരമായിട്ട് അവൻ വന്നിട്ടില്ലേ? ഇല്ലെന്നേ. പിന്നെ സിയനെയും കാണുന്നില്ല. അല്ല, സിയ എവിടെ പോയി? അറിയില്ല, ആ പെണ്ണിനോടൊന്നും ചോദിക്കാണ്ട പോയെ. ഇത്ത പിള്ളമാർക്ക് ഇങ്ങനെ ഓവറായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിലല്ലോ. ഞാനെന്നാ ദേവുവിന്റെ അടുത്ത് പോയിട്ട് ആഷിനെ കൂട്ടിട്ട് വരാം. ഇത്ത പോവൊന്നും വേണ്ട ഇത്ത. ഇത്തന്റെ ഈ ദേവുവിന്റെ നമ്പർ ഇല്ലേ? ആ, ഉണ്ട്. എന്നാ ഇത്ത ദേവുവിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ആഷിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ? ആ, അത് ശരിയാണല്ലോ, ഞാൻ ആ കാര്യം ഓർത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ആ ദേവു, ഇത് ഞാനാ ഫാത്തിമ. ആഷീനോട് എന്തെങ്കിലും വരാൻ പറയോ? കുറെ നേരമായി അവൻ കളിക്കാൻ വന്നിട്ട്. അയ്യോ ഫാത്തിമ, അതിന് ഞങ്ങൾ വീട്ടിലില്ലല്ലോ. നിങ്ങൾ വീട്ടിലില്ലേ? ഇല്ല, അമ്മയെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടാണല്ലേ. ഞങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും. ഓ അതെയോ, നിങ്ങൾ എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ ആഷീനോട് എന്തെങ്കിലും വരാൻ പറയണേ. ഞാൻ പറഞ്ഞോളാം. ദേവു ഇപ്പൊ വീട്ടിലില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി അവനെ കൂട്ടിയിട്ട് വരാം. എന്തായാലും ഇപ്പൊ തന്നെ 6 മണിയായി. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നാ നീ അങ്ങനെ ചെയ്തോ. സിയ അവിടെ ഉണ്ടെങ്കിൽ നീ അവളെയും കൂട്ടണേ. സിയ അതിനങ്ങോട്ടാണോ പോയെ? അതറിയില്ല, അവിടെ ഉണ്ടെങ്കിൽ നീ കൂട്ടിക്കോ. അയ്യോ, നേരെ കിട്ടിയല്ലോ. സമയം 6 മണിയായല്ലോ. 6 മണിയാ? ഇപ്പൊ അമ്മേനെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നാൽ ഈ ആഷി ഇതോടെ പോയി. നമ്മളിത് എത്ര നേരമാണ് തിരയാൻ തുടങ്ങിയിട്ട്? അല്ലെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തനിച്ച് ഇത്രയും ദൂരം കാട്ടിന്റെ ഉള്ളിലോട്ട് വരുമോ? എനിക്ക് ദാഹിക്കുന്നു, നല്ലോണം വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. ഈ കാട്ടിൽ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ ഉണ്ടാവും, വാ നമുക്ക് നോക്കാം. ചിപ്പി, എന്നാ ഇവരോട് കുറച്ച് സമയം ഇരുന്നോട്ടെ. ഞാൻ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നീ തനിച്ചു പോകാനോ? അയ്യോ, ഇത് തനിച്ചു പോകുന്നു വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാം. അവരുടെ മുഖം കണ്ടാലറിയാം, അവർക്ക് നല്ല ക്ഷീണമുണ്ട്. അവരെ ഇനിയും നടത്തി ബുദ്ധിമുട്ടിക്കണ്ട. ചിപ്പി, നീ അവർക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരുന്നോ. കൂടെ ഋഷി ഉണ്ടാവും. അല്ല ആദി, നീ ഇത് എന്തെല്ലാം പറയുന്നേ? ഞാൻ പറഞ്ഞതെല്ലാം മറന്നുപോയോ? ഋഷി, നീ പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി, അവർക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. നീ എന്തായാലും തനിച്ചു പോകണ്ട, ഞാനും നിന്റെ കൂടെ വരാം. ചിന്നു ഉണ്ണി, നിങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ചിപ്പി, നീയും പോയിരുന്നോ? നിനക്ക് ക്ഷീണം കാണില്ലേ? പിന്നെ ഞങ്ങൾ അധിക ദൂരത്തോടൊന്നും പോയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് നീട്ടി വിളിച്ചാൽ മതി. ശരി താ. അല്ല, ഇവിടെ ഒന്നും ആരും ഇല്ലേ? ഇനിയിപ്പോ എല്ലാരും കൂടി പാർക്കിലായിട്ടും കളിക്കാൻ പോയിട്ടുണ്ടാവോ? എന്നാ പിന്നെ പാർക്കിലും കൂടി പോയി നോക്കാം. അല്ല ആദി, നീ ഈ മരത്തിൽ നിന്നാണോ ഫ്രൂട്ട്സ് പറിക്കാൻ പോകുന്നത്? ഇത് എന്തൊരു കാടാ, ഒരു മരത്തിൽ പോലെ ഇലയില്ലല്ലോ. നമുക്കെന്നാ പിന്നെ അവരുടെ അടുത്ത് പൊക്കൂടെ? ഇവിടുന്ന് എന്തായാലും ഇനി ഫ്രൂട്ട്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്തൊന്നും അരുവിയോ പുഴയോ ഒഴുകുന്ന ശബ്ദവും കേൾക്കുന്നില്ല. എങ്കിലും വെറും കൈയോടെ എങ്ങനെ നമ്മൾ തിരിച്ചു പോവാ? ആഷീനെ ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വേഗം വീട്ടിൽ പോവായിരുന്നു. താൻ കരയില്ലടോ, അവനെ നമുക്ക് കണ്ടുകിട്ടു. എനിക്ക് പേടിയാകുന്നുണ്ട് ഋഷി, അവനെ നമുക്ക് കണ്ടുകിട്ടില്ലെങ്കിലോ? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ, അവനെ നമുക്ക് എന്തായാലും കിട്ടും. ഷെടാ, ഈ പിള്ളമാരെയൊന്നും ഇവിടെയും കാണുന്നില്ലല്ലോ. പാർക്കിലൊന്നും ഒരു കുട്ടിയെ പോലും കാണുന്നില്ലല്ലോ. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. നമ്മളൊന്നും കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനമില്ല. അയ്യവാ പൊളിച്ച്. ഇതേതായി പെണ്ണുപിള്ള? അയ്യോ, ഈ ചെക്കൻ ഇതെവിടുന്ന് വന്നേ?
അയ്യോ അവൻ എന്നെ കളിയാക്കുന്നേ. ശോ വേണ്ടായിരുന്നു. ചേച്ചി ആ ഊഞ്ഞാലാടുന്നോ? ആകെ നാണക്കേടായല്ലോ. ആഷിന് എന്റെ കൈ കിട്ടട്ടെ, അവൻ കാരണം ഇങ്ങനെയല്ല സംഭവിച്ചേ. ഇതെന്താ? താങ്ക് യു ഋഷി. നീ എന്തിനാ എന്നോട് താങ്ക് യു എല്ലാം പറയുന്നേ? അല്ല, നിനക്ക് ഞങ്ങളുടെ കൂടെ വരേണ്ട ഒരാവശ്യമില്ലായിരുന്നല്ലോ, എന്നിട്ട് നീ എനിക്ക് വേണ്ടി എന്റെ കൂടെ വന്നില്ലേ? അയ്യേ, നീ ഇതിനാണ് എന്നോട് താങ്ക്സ് പറയുന്നേ? അതല്ല എന്റെ ഒരു കടമയില്ലടാ. കടമയോ? അല്ല, നമ്മൾ മനുഷ്യന്മാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കടമയുണ്ടല്ലോ. ഓ അങ്ങനെ. അതെന്താ ഒരു ശബ്ദം കേട്ടെ? എനിക്കറിയില്ല ഋഷി, പക്ഷെ എനിക്കെന്താ പേടിയാവുന്നു. ആദ്യം വാ, നമുക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് വേഗം പോകാം. ശരി ഋഷി, നമുക്ക് പോകാം. അയ്യോ, വീണ്ടും അതേ ശബ്ദം. ഇതെവിടെ നിന്ന് ഈ ശബ്ദം വരുന്നേ? അയ്യോ അയ്യോ, ഇതെന്താ? ആദി, ഒന്നും നോക്കണ്ട, ഓടിക്കോ. ഇതെന്താ പറ്റിയേ? അയ്യോ, ഞാനിതെങ്ങനെയാ മുകളിലെത്തിയേ? അല്ലോ, പേടിച്ച് ഓടാനും കഴിയുന്നില്ലല്ലോ. ഇവനെ ഇതെങ്ങനെ താഴെ ഇറക്കുക? അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. നമ്മുടെ കാട്ടിൽ മനുഷ്യന്മാരോ? അയ്യോ, അതാരാ പറഞ്ഞേ? ഉമ്മ, ഇതെന്ത് വേറെ ഒരെണ്ണം കൂടിയാ? ആദി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടി. ഞാനെങ്ങനെ രക്ഷിക്കാനോ? ഭൂതപ്പ, നീ ഇവരെ എപ്പോ പിടിച്ചു? പിന്നെ തീർച്ചയായും വേണം. എന്തൊന്ന് പിന്നെ പിന്നെ വന്നോണ്ടിരിക്കുന്നേ? എന്നെ ആരെങ്കിലും ഒന്ന് നിലത്ത് നിർത്ത്. അപ്പൊ തുടങ്ങുമല്ലേ? തുടങ്ങിയേക്കാം. ഇവരിത് എന്ത് തുടങ്ങുന്ന കാര്യ പറയുന്നേ? അയ്യോ, ഇതെന്താ ഞാനിങ്ങനെ പറക്കുന്നേ? ഇവനെങ്ങനെ എങ്ങനെ മുകളിലെത്തിയേ? അയ്യോ, ഈ ഭൂതത്തിന്റെ അടുത്താണ് ഞാൻ പോകുന്നേ. അമ്മേ, അയ്യോ, ഇതെന്താ എന്നെ അടിച്ചു പറപ്പിക്കുന്നോ? ഈ രണ്ടെണ്ണം കൂടി എന്നെ അടിച്ചു കൊല്ലുന്ന തോന്നേ. എനിക്ക് എന്റെ അമ്മയെ കാണണോ? അമ്മ, എന്താ വീണ്ടും നിന്നിട്ട് അടിക്കേ? ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാരും. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഇവനുള്ള അടിയൊന്ന് മാറ്റി വെക്കാം. ഞങ്ങളുടെ കാട്ടി വന്നിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു. അയ്യോ, ഞാനും ഏറിലായോ? ആദി, നീയോ ഏറിലായോ? ഇത് ഞങ്ങളുടെ കാടാണ്. ഇവിടെ മനുഷ്യന്മാർക്ക് പ്രയോജനമില്ല. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല ഭൂതങ്ങളെ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങൾ എന്റെ അനിയനെ തപ്പി വന്നതാ. അവനെ കാട്ടിലുണ്ട്. ഞങ്ങളോട് കള്ളം പറയുന്നോ? ഞങ്ങൾ സത്യമാ പറയുന്നേ. ഇവളുടെ അനിയൻ ഈ കാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവനെ തപ്പി വന്നതാ. ഞങ്ങൾ 5 പേര് മാത്രോ? അപ്പൊ എന്റെ അനിയനോ? ഈ കാട്ടിൽ നിന്റെ അനിയനില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല ഋഷി, നീയല്ലേ പറഞ്ഞേ അവൻ ഇങ്ങോട്ടാ വന്നേന്ന്? സത്യമായിട്ട് അവൻ കാടിന്റെ ഭാഗത്തോട്ട് പോകുന്നതാ ഞാൻ കണ്ടേ. അതെ, മനുഷ്യന്മാരെല്ലാം നശിപ്പിക്കും. അങ്ങനെ ഞങ്ങളുടെ കാട് കൂടി നശിപ്പിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? അല്ല, അതിനിവിടെ നശിപ്പിക്കാൻ മാത്രം എന്താ ഉള്ളേ? മരത്തിലാണെങ്കിൽ ഒരു പഴം പോയിട്ടൊരു ഇല പോലും ഇല്ല. ഇവിടെ ഒന്നും ഒരൊറ്റ കാട്ടുചെടി പോലും മുളച്ചിട്ടുമില്ല. ഇതിൽ അതിന് മാത്രം നശിപ്പിക്കാൻ എന്താ ഉള്ളേ? ഇവൻ ഇത് ചോദിച്ചു വാങ്ങുന്നതൊന്നേ. ഇവിടെ വന്നിട്ട് ഞങ്ങളോട് തന്നെ തർക്കത്തിനും പറയുന്നോ? അയ്യോ, ഇതെന്താ പറ്റിയേ? അയ്യോ, എന്റെ നടുപോയേ. ഞങ്ങളോട് തർക്കത്തിനും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. എന്റെ പൊന്നു ഭൂതങ്ങളെ, നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരവല്ലേ ഞാൻ തന്നിട്ടുള്ളൂ. ഇവനീ കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. അയ്യോ, പൊന്നു ഭൂതങ്ങളെ, ഞങ്ങളെ വെറുതെ വിടണം. ഞങ്ങൾ ഇനി മേലിൽ ഈ കാട്ടിലോട് തിരിച്ചു വരില്ല. ഞങ്ങൾ നിങ്ങളെ തിരിച്ചുവിടാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ കൂടെ വന്ന മറ്റേ 3 കുട്ടികളുണ്ടല്ലോ, അവർക്കെന്താ? അവരെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ സൽക്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അയ്യോ, അപ്പോൾ ഭൂതങ്ങൾ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവിടെ നിന്ന് ശബ്ദം കേട്ടല്ലോ. അതേ ചേച്ചി, ഞാനും കേട്ടു. അത് കഴിഞ്ഞിട്ട് ആരെ പേടിച്ച് കരഞ്ഞതുപോലെ ശബ്ദം കേട്ടല്ലോ. എനിക്കത് കേട്ടിട്ട് ഋഷിച്ചേട്ടന്റെ ശബ്ദം പോലെ തോന്നി. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഇതെന്താ? എന്താ ചിന്നു? ഉണ്ണി, നീ മുകളിൽ നോക്കി. മുകളിലോ? ഇതെന്താ? ഇതെന്താ പറക്കുന്നേ? ഹായ്, ഭക്ഷണം. വിശന്നിരിക്കായിരുന്നു. അല്ല, ഇത് എവിടുന്ന് വന്നു? എന്നാലും ഭക്ഷണമൊക്കെ ഇങ്ങനെ പറന്നു വരുമോ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒരു പ്രശ്നമില്ല ചേച്ചി, വാ നമുക്ക് കഴിക്കാം. അതന്നെ, വിശന്ന് വയറ് കത്തിരിക്കായിരുന്നു. നിങ്ങളും ഞാൻ പറയുന്നത് കേക്ക്. എന്താ ചേച്ചി, നമുക്ക് ഭക്ഷണം കിട്ടിയല്ലോ, ഇനി കഴിച്ചാ പോരെ? അതന്നെ ചേച്ചി, വിശന്ന് വല്ലാണ്ടായി. ഞങ്ങളൊന്ന് കഴിക്കട്ടെ. എന്തോ പന്തികേടുണ്ട്, അതെനിക്ക് ഉറപ്പാ. ചേച്ചിക്ക് വേണ്ടെങ്കിൽ ചേച്ചി കഴിക്കണ്ട, ഞങ്ങൾ കഴിച്ചോളാം. ഹായ്, കാണാൻ തന്നെ എന്താ രസം. മണവും സൂപ്പറാ. അല്ല, ഇത് കുറച്ചു മുമ്പ് വരെ നിറഞ്ഞിട്ടായിരുന്നല്ലോ. അതന്നെ, ബാക്കിയുടെ പോയി. ചിലപ്പോ അടിയിൽ ഓട്ടയുണ്ടാവും. അത് സാരമില്ല, ഇനിയും ബാക്കിയുണ്ടല്ലോ. എന്നാ വാടാ, നമുക്ക് വേഗം കഴിക്കാം.
അല്ല ഇത് പിന്നെയും കുറഞ്ഞോ? ചിലപ്പോൾ അടിയിൽ ഓട്ടയുള്ളതുകൊണ്ട് അതിലൂടെ ലീക്കായി പോന്നെയായിരിക്കും. അല്ല, ഓട്ട ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷണം ലീക്കായത് പുറമേ കാണില്ലേ? ഇവിടെ പുറത്ത് അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ണി, ഇനിയും ഇത് നോക്കി ഓരോ ആലോചിച്ചിരുന്നാൽ ബാക്കിയോട് തീർന്നു പോകും. നമുക്ക് വേഗം കഴിക്കാനേ, എനിക്ക് വിശക്കുന്നു. ശരിയടി, നമുക്ക് കഴിക്കാം. അല്ല, ഇത് മൊത്തം തീർന്നോ? ആ പാത്രം എവിടെ പോയി? അല്ല, ഇതെന്തല്ലേ ഇവിടെ സംഭവിക്കുന്നേ? ചേച്ചി, വീട് പൂട്ടിയിട്ടാണല്ലോ ഉള്ളേ. അയ്യോ, ഈ പിള്ളേർ ഇത് എവിടെ പോയി? ദേവു, നീ ഫാത്തിമയെന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ, ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആഷിക്ക് ഇവിടെ വന്നിരുന്നു എന്നല്ലേ നേരത്തെ ഫാത്തിമ വിളിച്ചപ്പോൾ പറഞ്ഞേ. ഞാനെന്ന് അവളെ വിളിച്ചു നോക്കട്ടെ. ഹലോ ഫാത്തിമ. ദേവു, നിങ്ങൾ വീട്ടിലെത്തിയോ? ഇതാ ഇപ്പൊ വന്നു കയറിയല്ലോ. കുട്ടികളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാരും അങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എന്റെ ഉള്ളൂ. അപ്പൊ കുട്ടികൾ അവിടെ ഇല്ലേ? അല്ല, അപ്പൊ കുട്ടികൾ അവിടെ ഇല്ല. ഞാൻ കരുതി കുട്ടികളെല്ലാം അവിടെ തന്നെയുള്ളതെന്ന്. ആഷിയെ കൂട്ടാൻ വേണ്ടി ഞാൻ റസിയെ അങ്ങോട്ട് പറഞ്ഞയച്ചായിരുന്നു. ഇപ്പൊ അവളെയും കാണുന്നില്ല, സിയെയും വീട്ടിൽ കാണുന്നില്ല. ഇവരിതല്ലേ ഇത് എവിടെയുള്ളു പോയേ? സമയവും ലേറ്റ് ആയല്ലോ. ദേവു, എന്റെ കയ്യിൽ ആഷിക്കിന്റെ വേറെ ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നുമില്ല. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ അവർ പോയിട്ടുണ്ടെങ്കിലോ? നീ ഒന്ന് വിളിച്ചന്വേഷിക്കോ? ഇതാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചന്വേഷിക്കാം. കുട്ടികൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വിളിക്കാടോ. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ശരി. എന്ത് പറ്റി മോളെ? എന്താ ആകെ ദേഷ്യം പിടിച്ച പോലെ? പിന്നെ ദേഷ്യം വരാതിരിക്കോ? അവർ ആഷിക്കിന്റെയും വീട്ടിലില്ല. ഫാത്തിമ ആഷിക്ക് എവിടെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നേ. അയ്യോ, അപ്പൊ കുട്ടികൾ എവിടെ പോയി? എനിക്കറിയില്ലമ്മേ. ഞാൻ അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവരെല്ലാം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? വീട്ടിൽ വരട്ടെ, എല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ നാട് ചോദിച്ചാൻ പോയിരിക്കുന്നു. സമയം 7 ആകാനായി, എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ അവര്. ചേച്ചി, അവർ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ എല്ലാം കൂടെ കളിക്കുന്നുണ്ടാവും. സമയം ലേറ്റ് ആയതൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. കളിയുടെ തിരക്കിലായിരിക്കും. നീ അവരധികം സപ്പോർട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. വീട്ടിലേക്ക് ഇപ്പൊ ഇതെല്ലാം വരുമല്ലോ. 2 കിട്ടിയാൽ ഇതെല്ലാം പഠിക്കും. ഞാനിവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് വരാം. അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കെന്തൊരു പേടി പോലെ. കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? അമ്മ ടെൻഷൻ അടിക്കണ്ട, അവരിപ്പോ വന്നോളും. എന്തോ എന്റെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അയ്യോ, ഒരു പാട്ടില്ലേ കേട്ടെ? അത് പ്രേതങ്ങളുടെ ഇൻട്രോ സോങ് അല്ലേ? അയ്യോ അമ്മ, പ്രേതോ? ദൈവമേ, പ്രേതോ? അങ്ങനെ എന്റെ ഇന്നത്തെ കാര്യം കുശാലായി. കുറെയായി ഞാൻ മനുഷ്യന്മാരുടെ രക്തം കുടിച്ചിട്ട്. അത് തീർക്കാനാണല്ലോ ഇന്ന് 3 ആൾ എന്റെ മുന്നിൽ നിരന്നു നിൽക്കുന്നേ. അയ്യോ ചേച്ചി, ഈ പ്രേതം നമ്മളെ കൊല്ലോ. നിക്കവിടെ. നിന്നില്ലെങ്കിൽ ഞാൻ ആദ്യം നിന്റെ ചോരയായിരിക്കും കുടിക്കുന്നേ. വർഷങ്ങളായി ഈ കാട്ടിൽ മനുഷ്യന്മാർ വന്നിട്ട്. എന്നിട്ടിപ്പോൾ എനിക്ക് കിട്ടിയ സുവർണാവസരം ഞാൻ വേണ്ടെന്ന് വെക്കുന്നതാണ് നിങ്ങൾ കരുതുന്നേ? ഇതെന്താ ചേച്ചി? മുകളിലോട്ടൊന്ന് നോക്കിയേ. ഇതെന്താ? ഫ്രഞ്ച് ഫ്രൈസോ? ഇതെല്ലാം എന്താ? ദൈവമേ, ഇതെന്തല്ല ഇവിടെ സംഭവിക്കുന്നേ? ചേച്ചി, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞെടുത്ത് തിന്നട്ടെ. ഇവക്ക് വിശന്നിട്ട് വട്ടായോ? മുമ്പിലൊരു പ്രേതം നിൽക്കുന്നുണ്ട്. എവിടുന്നാന്നറിയാത്തൊരു ഫുഡും. ചേച്ചി, ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ പ്ലീസ്. നേരത്തെ ഒരു വലിയ ബൗളിൽ സൂപ്പ് വന്ന് ഓർമ്മയുണ്ട് മോക്ക്? എന്നിട്ട് നീ അത് വയറ് നിറച്ചും കുടിച്ചോ? ഇതതുപോലെ ആയിരിക്കില്ല. ഹലോ, കുറച്ച് ബഹുമാനല്ലാവാ. ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയൊന്നല്ല, പ്രേതാണ്. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എനിക്കിപ്പോ ഫുഡാ വലുത്. ദൈവമേ, ഇവളുടെ വായ നാക്ക് വെച്ചിട്ട് ഇവള് വേഗം തന്നെ പടാവുന്ന തോന്നേ. എത്ര അഹങ്കാരം ഉണ്ട് അവക്ക്. ഞാൻ നിന്നെ കാണിച്ചു തരാം. അതാരാ എന്നെ വിളിച്ചേ? ഇത് തലതിരിയനല്ലേ? നിങ്ങൾ ഇതെന്തല്ല പറയുന്നേ? തലതിരിയനോ? തിരിതലേനോ? ഇവരെല്ലാം ആരാ? എടാ മായ, നീ ആയിരുന്നല്ലേ? മായനോ? അതേടാ, ഞാനും കേട്ടു. എനിക്കറിയില്ല. ഞാൻ ആ ചെറുതിന്റെ ചോര കുടിക്കാൻ പോവുകയായിരുന്നു. നീ എന്നൊരു കാര്യം ചെയ്, നീ പോയി അവരെ വിളിച്ചിട്ട് വാ. അതുവരെ ഇവരെ ഞാൻ നോക്കിക്കോളാം. അവൻ തിരിച്ചു വരുന്നത് വരെ എല്ലാരും അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. ചിന്നു, എനിക്ക് തോന്നുന്നത് അത് തലതിരിയനും തിരിതലയും അല്ലാന്ന് തന്നെയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. അവരെ ആരെയെങ്കിലും നമ്മൾ തനിച്ചായിട്ട് കണ്ടിരുന്നെങ്കിൽ നമ്മളെല്ലാം തലതിരിഞ്ഞ് നിൽക്കില്ലായിരുന്നോ? ഓ, ശരിയാണല്ലോ. ഇവിടെ എന്തല്ലേ നടക്കുന്നേ? ആരാ അവരൊക്കെ? അത് ചേച്ചി, അവര് 2 കുട്ടിച്ചാത്തമാരാ. ഞങ്ങൾ കുറച്ചു ദിവസം മുമ്പ് അവരെ പരിചയപ്പെട്ടെ. ഉള്ള സകല വള്ളി നിങ്ങൾ അവരെ പിടിക്കുന്നുണ്ടല്ലോ. 2ന്റെ എള്ളി നോക്കിയാട്ടെ. നിങ്ങൾ വന്നോ? ഇവരെല്ലാം കാണാൻ ഒരുപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആയി പോയേ. ദാ, ആ കുട്ടികളെ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ആ കുട്ടികളെ പരിചയമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? കുട്ടികളെ, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. സത്യാണോ?
നീലി ചേച്ചി വാക്ക് പറഞ്ഞ വാക്കാണ്. എന്നാലും എന്തായിരിക്കും പെട്ടെന്ന് ഞങ്ങളെ വെറുതെ വിടുന്നേ? എന്തേ നിനക്ക് രക്ഷപ്പെടണ്ടേ? അതല്ല ചേച്ചി, നമ്മളോട് ഇത്രയും നേരം ഇങ്ങനെയൊന്നല്ലല്ലോ ഇവര് പറഞ്ഞേ. നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് മറ്റൊന്നും കൊണ്ടല്ല. ഈ തലതിരിയേന്റെയും തിരിതലേന്റെയും അടി കാരണം പ്രശ്നമുണ്ടായത് നിങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈ കാട്ടിലെ സകലമാന പ്രേതങ്ങളും ഭൂതങ്ങളും ചാത്തന്മാരും എല്ലാം ഇവരുടെ വഴക്ക് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാളും രണ്ടു വഴിക്കായിരുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇത്രയും നാൾ തലകീഴായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ കഠിനമായി പരിശ്രമിച്ചിട്ട് മാറാതിരുന്ന ഇവരുടെ വഴക്ക് മാറ്റിയത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യമായിട്ട് പോകാം. താങ്ക് യു നീലി ചേച്ചി. പക്ഷെ ഞങ്ങളുടെ കൂടെ രണ്ടാൾക്കാർ കൂടി ഉണ്ട്. ആ രണ്ടു കുട്ടികളെയും ഞാൻ പോയി രക്ഷിക്കാം. അവരെ രക്ഷിക്കാന്നോ? അപ്പൊ അവരെന്ത് പ്രശ്നത്തിലാണല്ലേ ഉള്ളേ? ഇപ്പോൾ അതെ, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അവർക്കൊന്നും പറ്റില്ല. ഞാൻ ആ ഭൂതങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഭൂതങ്ങളോ? അല്ല, ആഷി എന്താ അവിടെ ഇരുന്ന് കരയുന്നേ? ആഷി മോനെ, ഡാ നീ എന്തിനാ കരയുന്നേ? ആന്റിയോ? ഒന്നുമില്ല ആന്റി. നീ കാര്യം പറയടാ, എന്ത് പ്രശ്നമാണെങ്കിലും ആന്റി എന്റെ കൂടെ ഉണ്ടാവും. ഒന്നുമില്ല ആന്റി. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നിനക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. ഒരു പ്രശ്നവുമില്ലാതെ നീ ഇങ്ങനെ കരയാൻ നിൽക്കോ? ആന്റിയോട് ഞാൻ പറയണോ? ആന്റി, എനിക്കൊരു അബദ്ധം പറ്റി. അതിനെന്താ മോനെ, അബദ്ധമെല്ലാം പറ്റുന്ന സാധാരണയല്ലേ? ഈ ആന്റിക്ക് തന്നെ എന്തോ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു. ആന്റി, ഇത് അങ്ങനത്തെ അബദ്ധമല്ല. മോൻ കരയൊന്നും വേണ്ട, മോന്റെ എന്ത് അബദ്ധമാണെങ്കിലും ആന്റി കൂടെ ഉണ്ടാവും. ശരിക്കും? അതെ മോനെ, പ്രോമിസ്. ഇങ്ങനെ ചെറിയ സില്ലി കാര്യങ്ങൾക്കൊക്കെയാണ് മോൻ കരയുന്നേ. മോൻ ആദ്യം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയേ. നോക്കിയാട്ടെ, എന്നിട്ട് മുഖം ഇങ്ങനെ സങ്കടം പിടിച്ച പോലെ. അല്ല മോൻ എന്താ അബദ്ധം പറ്റിയേ? അതാന്റി. മോൻ പറഞ്ഞോ ഈ ആന്റി ഉണ്ട് മോന്റെ കൂടെ? ആന്റി, മോൻ പറഞ്ഞോ? ഞാൻ ചിന്നുനെ കൊന്നു. എന്തെന്നാ നീ പറഞ്ഞേ? അതെ ആന്റി, പക്ഷെ അറിയാണ്ട് സംഭവിച്ചു പോയതാ. അറിയാണ്ട് ഒരാളെ കൊല്ലാനാ? ഉയ്യൻ്റെള്ളോ, അറിയാണ്ട് ഞാൻ കയറി ഏറ്റും പോയല്ലോ. അല്ല ആഷി, ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചേ? ആന്റി എനിക്ക് കൊണ്ടു തന്ന കോസ്റ്റ്യൂം ഇല്ലായിരുന്നോ? ആ കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. ആ ഡ്രസ് ഇട്ടിട്ട് ഞാനവിടെ പേടിപ്പിക്കാൻ നിന്നതേ ഉള്ളൂ. ഒരു സൗണ്ട് പോലെ ആക്കിയില്ല. പക്ഷെ അതിനു മുന്നേ അവള് പേടിച്ച് ബോധം കെട്ട് വീണ് മരിച്ചുപോയി. എന്റെ അമ്മോ, ആ ഡ്രസ്സ് ഞാനല്ലേ അവന് കൊടുത്തേ? ഏത് നേരത്താണോ എനിക്കങ്ങനെ കൊടുക്കാൻ തോന്നിയേ? അയ്യോ, അപ്പൊ ഈ മരണം എന്റെ തലയിലാവുമല്ലോ. ആന്റി, എന്റെ ഉപ്പ ഇനി എന്നെ വന്ന് പിടിച്ചിട്ട് പോകൂലേ? എന്നിട്ടൊന്ന് ജയിലിലടക്കൂലേ? അയ്യോ, അപ്പൊ ഇക്ക എന്നെയും കൊണ്ടുപോകില്ലേ? ഇക്കാലത്തിനിടക്ക് ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ പോലും ജയിലിന്റെ അങ്ങോട്ട് പോയിട്ടില്ല. ഇനിയിപ്പോ കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരൂലേ? അപ്പൊ ആന്റിയും ജയിലിലാവും? അപ്പൊ എനിക്ക് കൂട്ടുണ്ടല്ലേ? ഒന്നും മിണ്ടാതിരിക്കോ? ഒരാളിവിടെ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകാനിരിക്കുമ്പോഴാണ് അവന് ജയിലിൽ കൂട്ടുകിട്ടുന്നതിന് സന്തോഷം. നിന്റെ ഈ പ്രായത്തിലെ കുട്ടികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത് കുഞ്ഞു കുഞ്ഞു നുള്ളലോ പിച്ചലോ മാന്തലോ അങ്ങനെയൊക്കെയാ. ഞാനും ആക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞു കുഞ്ഞു കച്ചറകള്. അല്ലാണ്ട് ഇന്നെ പോലെ എങ്ങനെയാണ് ഒരാളെ തട്ടാൻ കഴിയുന്നേ? കണ്ട, എന്തിനും ആന്റി കൂടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കല്ലേ. എന്തായാലും നീ പെട്ടു. നിനക്ക് ആ ഡ്രസ്സ് വാങ്ങി തന്ന വകയിൽ ഞാനും പെടും. നമ്മളിനി എന്താടാ ചെയ്യുക? ഇവിടെ അടുത്തൊരു കാടുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് പോകാന്നാ വിചാരിച്ചേ. ഞാൻ കാടിന്റെ മുമ്പിൽ വരെ എത്തിയതുവാ. പക്ഷെ തനിച്ച് കാട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് വേറെ വഴിക്ക് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പാർക്കിലോട്ട് വന്നു. ഇനിയിപ്പോ ആന്റി എന്റെ കൂടെ ഉണ്ടല്ലോ, നമുക്ക് കാട്ടിൽ പോയി ഒളിച്ചു കഴിയാം. ഇവിടുത്തെ പോലീസിനെ പേടിച്ച് കാട്ടിലെ മൃഗങ്ങളുടെ നടുക്ക് ഒറ്റക്ക് കഴിയണമെന്നല്ലേ? ആ അവസ്ഥ. ആ കാട്ടിൽ അതിന് മൃഗങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോവാല്ലേ? ആ ആന്റി, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ നീ നടക്ക്, എനിക്ക് കാട്ടിലോട്ടുള്ള വഴിയൊന്നും അറിയില്ല. ആ ആന്റി, നമുക്ക് പോകാം. ഈ രണ്ടെണ്ണത്തിന് നമ്മളെന്താ ചെയ്യണ്ടേ? ഇവരെ നമുക്കങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. അങ്ങനെ ഇവര് നമ്മളെ കാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകണ്ട. ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ വെറുതെ വിടണം. ആദി, ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഋഷി, നീ ഇങ്ങനെ പറയല്ലേ. നീ അവരോട് പറഞ്ഞു നോക്ക് നമ്മളെ വെറുതെ വിടാൻ. ഇവര് നമ്മളെ വെറുതെ വിടേണ്ടതായിരുന്നെങ്കിൽ നമ്മളെ നേരത്തെ തന്നെ വിടില്ലായിരുന്നോ? ആദി, എന്തായാലും അവര് നമ്മളെ കൊല്ലും. അതിനു മുന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ഋഷി? അത് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. എന്തെല്ലാ ഋഷി പറയുന്നേ? അതേടാ, നിന്നോട് ഞാൻ എന്റെ ഇഷ്ടം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇനിയൊരു ചാൻസ് എനിക്ക് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞേ. നിനക്ക് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് ദേഷ്യമൊന്നുമില്ല? ഇല്ല. ഇതൊന്നും കണ്ട് ഞങ്ങളുടെ മനസ്സിലില്ല. നീലി, നീ എന്താ ഇവിടെ? നിങ്ങൾ ഈ കുട്ടികളെ വെറുതെ വിടണം. വെറുതെ വിടണമെന്നോ? അതൊന്നും നടക്കില്ല. നിനക്ക് വേണ്ട 3 കുട്ടികൾ അവിടെ ഇല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവരുടെ കൂടെയുള്ള മറ്റു കുട്ടികളാണ് അന്ന് തലതിരിയേന്റെയും തിരിതലേന്റെയും വഴക്ക് അവസാനിപ്പിച്ചത്. അതേ നീലി, നീ പറഞ്ഞത് സത്യമാണോ? അതേ നീ, അതവരെ നേരിട്ട് വന്ന് പറയുകയും ചെയ്തു. നീ നമ്മളെ താഴെ ഇറക്കി. എന്നാൽ ഞാനിവരെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടാക്കാം. ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാന്ന്. അതെ, ഞങ്ങൾ നിങ്ങളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ്. വാ കുട്ടികളെ, എന്റെ പുറകെ വന്നോളൂ. വാ ഋഷി, നമുക്ക് പോകാം. എടാ മായ, ഇന്ന് ഞങ്ങൾ പോവാണേ. അല്ല, അതെന്താ നിങ്ങളിപ്പോ പോകുന്നേ? അല്ല, നീലി ചേച്ചി വന്നിട്ട് പോയാ പോരെ? ഇല്ലടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോയി കുറച്ച് പണിയുണ്ട്. എന്നാ നിങ്ങൾ പൊക്കോ. നീലി ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. കൂട്ടുകാരെ, എന്നാ ഞങ്ങൾ പോവുകയാണേ. നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അതെ, നിങ്ങളുള്ളത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നീലി ചേച്ചി വെറുതെ വിട്ടെ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇനി ഞങ്ങൾ രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കാരണമല്ലേ ഞങ്ങളുടെ പിണക്കെല്ലാം മാറി. എന്നാ ശരി, ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ. വാടാ തലതിരിയാ, നമുക്ക് പോകാം.
പോകുന്നുണ്ടല്ലോ. അല്ല അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന സ്ഥിതിക്ക് നിങ്ങൾ തിരിച്ചു പോവുകയല്ലേ? അല്ല, അതെങ്ങനെ ശരിയാവും? അതന്നെ, നമുക്കിതൊരു ആശയം കണ്ടുകിട്ടിയില്ലല്ലോ. അതിൽ നിങ്ങളുടെ ആ കൂട്ടുകാരൻ ഈ കാട്ടിലൊന്നുമില്ലല്ലോ. ഇവിടെ ഇല്ലെന്നോ? അല്ല, അപ്പൊ അവനെവിടെ പോയി? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ എന്തായാലും ഈ കാട്ടിലില്ല. അല്ല, അവൻ ഈ കാട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ല ചേച്ചി, ആഷി ഈ കാട്ടിലില്ലാന്ന് ചേച്ചി നേരത്തെ അറിഞ്ഞോ? ആ, ഞങ്ങളോട് നേരത്തെ 2 ഭൂതങ്ങൾ പറഞ്ഞായിരുന്നു അവനെ കാട്ടിലില്ലാന്ന്. അയ്യോ, അപ്പൊ അവനെവിടെ? അതെനിക്കറിയില്ല, പക്ഷെ നമുക്കെല്ലാവർക്കും കൂടി അവനെ കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പൊ എവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം. ഒരു നിമിഷം നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഇയാളിതെന്താ ചെയ്യുന്നേ? അയ്യോ, ഇതാരാ? അല്ല, ഈ കാട്ടിൽ ഇത് എത്ര ടൈപ്പ് പ്രേതങ്ങളുണ്ട്? ഇതാ മായ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇവരുടെ ഒരു സുഹൃത്തിനെ കാണാനില്ല. അവൻ ഈ കാട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവര് വന്നേ. അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി തരണം. അവനിവിടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ അടുത്തുണ്ടെന്നോ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ ഈ കാട്ടിലില്ലാന്ന്? ഈ അടുത്തുണ്ടെന്ന് പറഞ്ഞത് ഈ കാട്ടിലുണ്ടെന്നല്ല, ഈ കാടിന് വെളിയിലുണ്ടെന്നാണ്. ഓ, സമാധാനായി. അവൻ കാടിന് പുറത്തുണ്ടല്ലോ. അല്ല, അപ്പൊ ഇത്രയും നേരം അവൻ അന്വേഷിച്ച് കാട്ടിൽ വന്ന് നമ്മളാരായി? വെറുതെ നമ്മൾ ഈ കാടെല്ലാം കയറിയല്ലേ. എന്നാ ശരി, ഞാൻ പോകുന്നു. അല്ല, അപ്പൊ ആശ എവിടെയാന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കെന്നാ ഇറങ്ങിക്കൂടെ? അതെ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വീടെത്തിയാ മതി. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? ഭൂതത്തിനെ കണ്ടു, യക്ഷയെയും കണ്ടു, പിന്നെ വേറെ ഏതൊരു സാധനത്തിനെയും കണ്ടു. ചേട്ടന് ഇതിലേതാ? ഓ, ഞാനോ? ഞാൻ കുട്ടിച്ചാത്തനാ. എല്ലാരും സംശയം ചോദിക്കല്ലേ, അപ്പൊ എനിക്കൊണ്ടൊരു സംശയം. അതെന്താ ചിന്നു, എന്താ നിന്റെ സംശയം? നീല ചേച്ചി എന്തിനാ വെള്ളസാരി എടുത്തിരിക്കുന്നേ? പ്രേതങ്ങളെല്ലാം വെള്ളസാരി തന്നെ എടുക്കലേ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് സാരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാരി എടുക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ മോഡേൺ പ്രേതങ്ങളുണ്ട്. അവരിൽ ചിലരെല്ലാം വെള്ള ഫ്രോക്ക് ഇടും, വേറെ ചിലർ ഷർട്ടും സ്കേർട്ടും കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്ന പ്രേതങ്ങൾ വരെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. എന്നാൽ ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. ചേച്ചിയാണ് ഈ കല്യാങ്കാട്ട് നീലി? എന്റെ ശരിക്കുള്ള പേര് തങ്കമ്മ എന്നാ. പ്രേതം തങ്കമ്മ എന്നൊക്കെ പറയുമ്പോ അതിനൊരു ഗുമ്മില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പേര് മാറ്റി അങ്ങ് നീലിന്നാക്കി. പക്ഷെ ഞാൻ കല്യാങ്കാട്ട് നീലിയുടെ ഭയങ്കര ഫാനാ. എന്നാൽ നിങ്ങൾ വേഗം ഇറങ്ങിക്കോ, അധികം ലേറ്റ് ആക്കണ്ട. ഇപ്പോൾ തന്നെ സമയം കുറേയായി. ഋഷി, വാ, എന്നാ നമുക്ക് ഇറങ്ങാം. ശരി ആദി, വാ നമുക്കിറങ്ങാം. എന്നാ ശരി നീല ചേച്ചി, പിന്നെ കാണാം. ഏയ്, ഇനി ഇങ്ങോട്ടൊന്നും നിങ്ങൾ വരില്ലേ. ഈ കാട് ശരിക്കും മനുഷ്യർക്കുള്ളതല്ല. ഇത് ഞങ്ങളെപ്പോലെ ആർക്കും വേണ്ടാത്ത കുറെ പ്രേതങ്ങൾക്കും ഭൂതങ്ങൾക്കും രാക്ഷസന്മാർക്കും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ കാട് മാത്രമേ ഉള്ളൂ. എന്നാ ശരി ചേച്ചി, താങ്ക് യു. ഞങ്ങളെ അവിടെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. എന്നാ ശരി മക്കളെ, നിങ്ങളെല്ലാം വേഗം വീട്ടിലോട്ട് പോയിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ വേഗം തന്നെ കിട്ടും കേട്ടോ. എന്നാ ശരി മായ കുട്ടിച്ചാത്ത, ഞങ്ങൾ പോട്ടെ. പിന്നെ നേരത്തെ നിങ്ങൾ കാണിച്ച സൂപ്പും ഫ്രൈസ് ഒക്കെ തിന്നാൻ കഴിയോ? നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നേ. ഏയ്, അതെല്ലാം വേറെ മായയല്ലേ. എല്ലാരും വാ, വേഗം നടക്കാം. സമയം കുറെ ഇരുട്ടി. ആശയുടെ പുറത്ത് കാണുന്നില്ല പറഞ്ഞേ, എന്നിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ അവൻ കാടിന്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. ആഷി, ഓടല്ലട, നിക്ക്. ആശി, അയ്യോ എന്റെ അമ്മേ. ഇതെന്താ നിങ്ങളിവിടെ? അല്ലടാ, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ആശി, ഉമ്മ, പ്രേതോ. അയ്യോ ചിന്നു, ഇതെന്താ? ഞാൻ പ്രേതമൊന്നല്ല. അല്ല, അപ്പൊ നീ മരിച്ചിട്ടില്ല? ഇല്ല ആശി, ചിന്നുനൊന്നും പറ്റിയിട്ടില്ല. ഓ, അപ്പൊ ഇവള് പ്രേതല്ലേ? ഞാനൊക്കെ പേടിച്ചു പോയി. അല്ല, ഇത്ത എന്ത് ഇവരുടെ കൂടെ? നിന്നെ തപ്പി ഇറങ്ങിയതാ? അല്ല, അതിന് ഞാൻ ഈ കാട്ടിലുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നീ ഈ കാടിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അല്ല, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, ഋഷി. അല്ല സിയ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ഞങ്ങളോടൊന്ന് പറയാഞ്ഞേ? സിയയോ? അതാരാ? എന്നെ വീട്ടിലെല്ലാരും സിയാന്നാ വിളിക്കല്. നല്ല പേരാ, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആദീന്നാ. അല്ല, നിങ്ങൾ രണ്ടാളും എണീക്കുന്നൊന്നുമില്ലേ? ഉണ്ണി, നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? ഇല്ലടാ. ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? ആന്റി, ആ നീട്ടിവിളിയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താ ആഷി, എന്താ കാര്യം? ആന്റി, നേരം കുറെ ഇരുട്ടിയില്ലേ? ഈ ടൈമിൽ വീട്ടിൽ ചെന്ന് കയറിയാൽ എന്തായാലും അടി ഉറപ്പാ. അതിപ്പോ പറയാനുണ്ടോ? 2 വീട്ടിൽ നിന്ന് നല്ലോണം കൊള്ളും. അതെ, പക്ഷെ ആന്റി ഇടപെട്ടാൽ ഞങ്ങൾക്ക് അടിയൊന്നും കിട്ടില്ല. നീ പോടാ, നിന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് എനിക്കിട്ട് കിട്ടുമെന്ന് പേടിച്ചിരിക്കുവാ ഞാൻ. എന്റെ പൊന്നാന്റി അല്ലേ, ആന്റി പറഞ്ഞാൽ ഉമ്മ ഞങ്ങൾ അടിക്കൂല. അല്ല, അതിന് ഞാനെന്താ പറയാ? നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആയതിന്റെ കാരണം ആരോടെങ്കിലും പറയാൻ കഴിയോ? അതിന് ആന്റി ആരോട് സത്യമൊന്നും പറയണ്ട. ഏയ്, ഞാൻ നിന്റെ ഉമ്മേനോട് കള്ളൊന്നും പറയാൻ നിൽക്കില്ല. ആന്റി ഇപ്പൊ ഒരു ചെറിയ വെള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അടി കിട്ടില്ല. അല്ലടാ, അതിന് ഞാനെന്ത് കള്ളാ പറയാ? അത് സിമ്പിൾ അല്ലേ. ആന്റി ഈ സമയം മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ, ഇപ്പൊ വിശ്വസിക്കെല്ലാരും. ദാ ഈ 2നെയും കാണാനില്ലാന്ന് ഇവരുടെ ഉമ്മ പറഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഞാനൊരു ഐഡിയ പറയാം. അതിന് ഇവനേതാ? ഞാൻ ആദിയുടെ ക്ലാസ്മേറ്റാ. ഞങ്ങൾക്ക് ഈ കൊല്ലം കാട്ടുചെടികളെ പറ്റി പഠിക്കാനുണ്ട്. അതിനെ? ദാ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയേ, എന്തോരം ചെടികളാ. അത് ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് നമ്മൾ കാട്ടിൽ വന്നതാണെന്ന് പറയാം. അല്ല ഋഷി, നമ്മൾ വന്ന് നോക്കി. അപ്പൊ ഇവരുടെ കാര്യോ? ചെടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവരെയും കൂടെ കൂട്ടിയതാന്ന് പറഞ്ഞാ പോരെ? ആ, അത് മതി. ആന്റി, നീ സോപ്പിടൊന്നും വേണ്ട ചക്ക, ഞാൻ പറഞ്ഞോളാം. അല്ല സിയുടെ ക്ലാസ്മേറ്റേ, അപ്പൊ നിന്റെ വീട്ടിലെങ്ങനെയാ? അവിടെ ഞാൻ വന്ന് പറയണോ? ഏയ്, എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. എന്നാ വാ, എല്ലാരും നടക്ക്, ഇനിയും ലേറ്റ് ആക്കണ്ട. അല്ല അപ്പൊ പൂ പറിക്കണ്ടേ? അയ്യോ, ആ കാര്യം മറന്നുപോയല്ലോ. അതിനെന്താ, നമ്മൾ എല്ലാരും കൂടി പറിച്ചാൽ പെട്ടെന്ന് കഴിയില്ലേ? എന്നാൽ ഈ പൂ ഞാൻ പറിക്കാം. എല്ലാ പൂവിനും 1-2 പറിച്ചാൽ മതി. ചേച്ചി, എനിക്ക് 2 പൂ വേണം. എനിക്കും വേണം.
ചേച്ചി ഒന്നൊന്ന് അകത്തിരിക്കേ. അമ്മയും വാ, നിങ്ങൾ അകത്തിരിക്കേ. ഇത് എത്ര നേരായി? ഈ കുട്ടികൾ ഇതെവിടെ പോയി? ഏട്ടനിപ്പോ വരും. ഏട്ടനോട് ഞാൻ ഇനി എന്താ പറയാ? നമുക്ക് പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അമ്മേ, ഉണ്ണിയുടെ ഫ്രണ്ട് ആഷിക്കിന് ഇപ്പൊ പോലീസല്ലേ? ആഷിക്കിനെയും കാണുന്നില്ലല്ലോ. എന്റെ കുട്ടികൾ ഇതെവിടെ പോയാവോ? അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? ഇതെന്താ എല്ലാരും പുറത്തു വെക്കുന്നേ? അയ്യോ, രമേശൻ വന്നോ? ദേവു, നീ എന്താ ആകെ സങ്കടം പിടിച്ച പോലെ നിൽക്കുന്നേ? എന്ത് പറ്റി? എന്താ മുഖമല്ലാതെ ഇരിക്കുന്നേ? ചേട്ടാ, നമ്മുടെ മക്കളെ കാണുന്നില്ല. നീ എന്താ പറഞ്ഞ? മക്കളെ കാണുന്നില്ലെന്നോ? അതെങ്ങനെയാ മക്കളെ കാണാണ്ടാവുന്നേ? അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് തന്നെ കാര്യം. ചേട്ടാ, ചേച്ചിയോട് അങ്ങനെയൊന്നും പറയല്ലേ. അതേ മോനെ, ഇവർ എന്നെ കാണിക്കാൻ വേണ്ടി എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നതാ. ആ സമയത്ത് മക്കളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല. ഇവരെ മാത്രമല്ല, ആഷിക്കിനെയും അവന്റെ ചേച്ചിയെയും കാണുന്നില്ല. എന്നാൽ നമ്മുടെ മക്കൾ എവിടെയായിരിക്കും? നിങ്ങളെല്ലാം ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? റസിയാണല്ലോ വരുന്നേ. ഹാവൂ, അവളുടെ ബാക്കിൽ തന്നെ നമ്മുടെ മക്കളും ഉണ്ടല്ലോ. എല്ലാം ഇങ്ങോട്ട് വരട്ടെ. എത്രമാത്രം നമ്മൾ ടെൻഷൻ അടിച്ചു. നീ ഒരു വഴക്കു പറയാനൊന്നും നിൽക്കണ്ട. ചേച്ചി അമ്മ കളിപ്പിലാണല്ലോ. സിയുടെ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാട്ടുപൂ പറിക്കാൻ ഞങ്ങൾ എല്ലാരും കൂടി കാട്ടിപ്പോയതാ. അല്ല ആന്റി, അതിനെവിടെയാ പോയെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലും ഇല്ലെങ്കിൽ ഇത് തന്നെയല്ലേ ഞാൻ പറയണ്ടേ. ഇവരിത് കൊളാക്കുന്ന തോന്നേ. നിന്റെ ഇത് വെറുതെ അല്ലല്ലോ ഇങ്ങോട്ട് കേറാത്തെ. വൈകിട്ടാണ് എല്ലാം കൂടി കാട്ടിലോട്ട് പോകുന്നേ. എടാ, എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കേ. ആന്റി, ഞങ്ങൾ വൈകിട്ട് അടുപ്പിച്ചിട്ടാ കാട്ടിലോട്ട് പോയേ. ആഷിയുടെ ആന്റി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കാട്ടിലോട്ട് പോയേ. അല്ലേ ആന്റി? ഇതെല്ലാം കൂടി എന്റെ തലയിൽ ഇടാനുള്ള പരിപാടിയാണല്ലോ. ആ അതെ അതെ. പോകുമ്പോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നോ? എന്റെ ആന്റി കൂടെ ഉള്ളതുകൊണ്ടാ പറയാഞ്ഞേ. അല്ല മക്കളെ, നിങ്ങൾക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ? ഉണ്ട് നല്ലോണം ഉണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. റസിയ, നീയും വാ, ചായ അടിച്ചിട്ട് പോവാം. ഏയ് വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ. ഇത്ത കാത്തു വെക്കുന്നുണ്ടാവും വീട്ടില്. ആഷി വാ, നമുക്ക് ഇറങ്ങാം. എന്റെ ഉമ്മേനോടും കൂടി പറയണ്ടല്ലേ? പറയണമെന്നോ? എന്ത് പറയണെന്ന്? കാട്ടിൽ പോയി പൂ പറിച്ചില്ലേ, ആ കാര്യം. ഇവരിത് കൊളാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആന്റി, ആ കാര്യം ഞാനും ഉമ്മേനോട് പറഞ്ഞോളാം. ആന്റി പറയണ്ട. Like, share and subscribe if you like my videos.